ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇപ്പോൾ സമയം ഒരു 6:25 ആയിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പോകാൻ ഇറങ്ങുവാണേ. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഏതിന് ഞാനൊരു ജുബ്ബയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. ക്രിസ്ത്യൻസിന് അറിയാലോ, നമ്മുടെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളും കൂടിയാണ്. പള്ളിയിൽ അപ്പോൾ ഫ്ലാഗ് ഉയർത്താനുള്ള സെറ്റപ്പ് ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ പള്ളി തുടങ്ങിയിട്ട് നമ്മൾ പൊക്കത്തിരുന്ന് കുർബാന കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും കൊടിയൊക്കെ ഉയർത്താൻ വേണ്ടി പുറത്തേക്ക് വന്നു. ഇന്നൊരു കടപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അച്ഛൻ്റെ അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പ്രസംഗമൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അച്ഛൻ തന്നെയാണ് കൊടി ഉയർത്തിയത്. അപ്പം നമ്മളെല്ലാവരും അറ്റൻഷനായിട്ടൊക്കെ നിന്നു. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഉള്ളൊരു അഭിമാന നിമിഷമാണല്ലോ ഇത്. നമ്മുടെ നാഷണൽ ആന്തം ജനഗണമനയൊക്കെ നമ്മൾ പാടുവാണ്. അതിനുശേഷം അച്ഛൻ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമൊക്കെ വായിച്ചു. ശേഷം നമുക്ക് മിഠായിയൊക്കെ തന്നായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കിട്ടില്ലേ, ആ ഒരു നൊസ്റ്റാൾജി ഞാൻ വീണ്ടും ഒന്ന് ഓർത്തു. അപ്പം നമ്മളിതേ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറൊരു സംഘടനയുടെ കൊടിയുയർത്തലുണ്ടായിരുന്നേ. അപ്പം നമുക്ക് അവിടെ നിന്നും മിഠായിയും ലഡുവും ഒക്കെ കിട്ടി. ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നമുക്ക് കുറച്ച് ലഡുവും മിഠായിയൊക്കെ കിട്ടുമല്ലോ. അപ്പം നമ്മളിതേ വണ്ടിയിലെ ഫ്ലാഗ് ഒക്കെ വെച്ച് നമ്മളൊന്ന് ചുറ്റാൻ വേണ്ടി ഇറങ്ങുവാണ്. ഈ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ആദ്യം കെട്ടിയെങ്കിലും ഫ്ലാഗിൽ ചെളി തെറിക്കുന്ന പോലെ തോന്നിയുകൊണ്ട് നമ്മൾ പിന്നെ അത് മാറ്റി. നമ്മൾ നമ്മുടെ പതാകേനെ നിന്ദിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഈ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ദേ പോകുന്ന വഴിയൊക്കെ നോക്കിക്കേ, എല്ലായിടത്തും കൊടിയുയർത്തലുണ്ടായിരുന്നു. സ്കൂളുകളിലും ഓരോരോ സംഘടനകൾ, ക്ലബ്ബുകൾ. ഇന്നത്തെ ദിവസം എല്ലായിടത്തും ഇത് തന്നെ ഉണ്ടാവും അല്ലേ. മുണ്ടമ്മേലേക്ക് പോകുന്ന വഴി അത്തിപ്പുഴ സ്ഥലമുണ്ട്. അവിടെ ഈശപ്പഞ്ചന്റെ കട എന്ന് പറയും, ഒരു കടയുണ്ട്. അവിടെ പോയി പുട്ടും ബീഫും കിട്ടും. രാവിലെ ഒരു 8-9 o'clock പോയിട്ടുണ്ടെങ്കിൽ 60 രൂപ ബീഫ് കറിക്ക്, 10 രൂപ പുട്ട്, 10 രൂപ ചായ, 80 രൂപക്ക് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ പുട്ടും ബീഫും ഭയങ്കര ടേസ്റ്റ്. അതെ, അപ്പൊ നമ്മളും വന്നിരിക്കുന്നത് ആ പുട്ടും ബീഫും കഴിക്കാനാണ്. ഇവിടുത്തെ വില തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ പുട്ടും ബീഫും പുട്ടും പരിപ്പൊക്കെ ട്രൈ ചെയ്തു, രണ്ടും നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. താങ്ക് യു.